അരിമണിയുടെ കഥ. ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അരിയുടെ മൂല്യം നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. ഇന്നത്തെ നമ്മുടെ അത്താഴ മേശയിലെ ഒരു സാധാരണ ഭക്ഷണമാണ് അരി. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് അരി എല്ലാവർക്കും കഴിക്കാൻ കിട്ടിയിരുന്ന ഒന്നായിരുന്നില്ല. അരിയുടെ കഥ തുടങ്ങുന്നത് ഏകദേശം 12,000 വർഷം മുമ്പാണ്. നെല്ലിന്റെ ആദ്യ കൃഷി ചൈനയിലായിരുന്നു. പിന്നീട് ഇത് ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു സാധാരണക്കാരുടെ ഭക്ഷണമേ അല്ലായിരുന്നു അരി. അന്ന് രാജാവിന്റെ ഉന്മേഷന് മാത്രമായിരുന്നു അരിയുടെ സ്ഥാനം. അരി നമുക്ക് വെറും ഒരു ആഹാര പദാർത്ഥം മാത്രമല്ല, അതൊരു സംസ്കാരം കൂടിയാണ്. അരി അഥവാ ചോറ് ഇല്ലാതെ ഒരു ആഘോഷം പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അരിക്കായി യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ അരി ഒരു സമ്പത്തിന്റെ അടയാളമായാണ് കണക്കാക്കിയിരുന്നത്. ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വ്യവസായം കൂടിയാണ് നെൽകൃഷി. അരി ഇത്രയും വ്യാപിക്കാൻ അതിൻ്റെ പോഷക ഗുണങ്ങളും കൃഷി രീതികളും മറ്റൊരു കാരണമാണ്. അതിനെപ്പറ്റി കൂടുതൽ അടുത്ത പോസ്റ്റിൽ പറയാം.